ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 7 ദ ബെന്നറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെയിൻ ഓസ്റ്റൻ്റെ പ്ലേയുടെ ഉള്ളിലുള്ള ഒരു തീമാണ്. ഓക്കെ, സോറി, തീമല്ല, ഒരു ചാപ്റ്ററാണ്. ദ ബെന്നറ്റ് പറയുന്നത് ജെയിൻ ഓസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, ഇതിൻ്റെ പ്ലേയുടെ സമ്മറിയാണ് ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ പേജ് 99ലും 100ലും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുന്നേ ജെയിൻ ഓസ്റ്റനെ കുറിച്ചിട്ട് പറയാം. ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ് പറയണത് കേട്ടോ. Jane Austen was born in Hampshire, England, in the parish of Seventon, where her father, Rev. George Austen, served as a rector. The country gentry of Austen's time included landowners, wealthy tradesmen, military men, farmers, and members of clergy. She was particularly close to her sisters, Cassandra. ജെയിൻ ഓസ്റ്റിൻ ജനിച്ചതും വളർന്നതൊക്കെ ഇംഗ്ലണ്ടിലെ ഹാംഷയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബത്തിലാണ്. അവരുടെ ഫാദർ അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബിലുള്ള ആളുകളും ഒക്കെ നല്ല വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവർ വളർന്നത്. ഈ ജെയിൻ ഓസ്റ്റിൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ട് സ്ത്രീകളെ പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് ലിറ്ററേച്ചറിൽ വർക്കുകൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അതായത് സ്ത്രീകൾ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അതുപോലൊരു പ്ലേ ആണ് ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ. അതിൻ്റെ ഉള്ളിലെ ഒരു ഭാഗമാണ് ബെന്നറ്റ്സ് പറയണത്. ഓക്കെ, സോ ഈ പ്ലേയുടെ സമ്മറിയാണ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആ പ്ലേയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. So Pride and Prejudice was written during English Regency period in early 19th century. During this era, industrial revolution altered the people's lives, moving them away from farming and countryside to seek out the industrial town where money could be made from manufacturing and mining. ഈ ഒരു വർക്ക് പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയുക നോവല് എഴുതുന്ന സമയത്ത് അവരുടെ എന്താണ് 19ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ കൃഷിയൊക്കെ വിട്ടിട്ട് മെഷീൻ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ വർക്ക് ചെയ്യുക, പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളിലേക്ക് പണിയെടുക്കാൻ പോവുക, അങ്ങനെയുള്ള മെഷീനറി വർക്കിൽ പോയിട്ട് ഇങ്ങനെ ആ ഒരു ടൈമിലാണ് ഇയാൾ ഈ വർക്ക് എഴുതുന്നത്. സോ ആളുടെ നാട്ടിൻപുറത്തുള്ള ആളുകളൊക്കെ വിട്ട് ഇൻഡസ്ട്രീസിലേക്ക് പോയി ടൗണിലൊക്കെ പോയി ജീവിച്ച് അവിടെ മാനുഫാക്ചറിങ്ങും മൈനിങ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സമയത്താണ് അവരിത് എഴുതുന്നത്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ കുറേ പേര് അപ്പോൾ കാശുള്ളവരായി മാറി. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇതിൽ കാണിക്കുന്നത്. The newly rich who had made so much profit from technology were keen to adopt the lifestyle of landly aristocracy. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാശുണ്ടായവർ അവർ എന്താണ് ഈ വലിയ വലിയ ആളുകളെ പോലെ ജീവിക്കാൻ, വലിയ നല്ല നല്ല ഡ്രസ്സ് ഇടുക, നല്ല വലിയ വലിയ വണ്ടികൾ ഉപയോഗിക്കുക, വലിയ വലിയ വീടുകളിൽ ജീവിക്കുക, അങ്ങനെ ജീവിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളെ നമുക്കിതിൽ കാണാൻ പറ്റും. ലിറ്റിൽ തോട്ട് വാസ് ഗിവൺ ടു എ തേർഡ് ഓഫ് ദ കൺട്രി ലിവിങ് ക്ലോസ് ടു സ്റ്റാർവേഷൻ. അറ്റ് ദിസ് ടൈം സോഷ്യൽ ക്ലാസ് വാസ് ഡിറ്റർമിൻഡ് ബൈ ഫാമിലി, ഹിസ്റ്ററി ആൻഡ് വെൽത്ത്. അതുപോലെ തന്നെ വളരെ കുറച്ച് പേരാണ് സ്റ്റാർവേഷൻ, വിശപ്പോട് കൂടിയിട്ട് വിശന്ന് വലഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ ആരും തിരിഞ്ഞു നോക്കുന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ സ്റ്റാർവേഷൻ, വിശപ്പും പട്ടിണിയും അനുഭവിക്കുന്നവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഈ സമയത്താണ് എന്താണ് ഫാമിലി, ഹിസ്റ്ററി, വെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള പല ടീംസും ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇറ്റ് എൻകറേജ് ദോസ് വിത്ത് പ്രിവിലേജ് ടു ബി പ്രൗഡ് ആൻഡ് പ്രെജുഡൈസ്ഡ് ആസ് സോഷ്യലി ഇൻഫീരിയർ. അതുപോലെ തന്നെ വെൽത്തും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരെ ഭയങ്കര പ്രൗഡായിട്ട്, ഭയങ്കര പ്രെജുഡൈസ്ഡ് ആയിട്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ട് അങ്ങനെയുള്ളവർ എപ്പോഴും സൊസൈറ്റിയിൽ ഭയങ്കര ഇൻഫീരിയർ ആക്കി നിർത്തുക. അതായത് വെൽത്തും സോഷ്യൽ ക്ലാസ്സൊന്നും ഇല്ലാത്തവരെ, ഓക്കെ, ഫാമിലി ഹിസ്റ്ററിയും വെൽത്തും ഇല്ലാത്ത ആളുകളെ സോഷ്യലി ഇൻഫീരിയർ ആക്കി നിർത്തുക, സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക. വെൽത്തും അതുപോലെ തന്നെ വലിയ വലിയ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അവരൊക്കെയാണ് എല്ലാ വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയം. സോ ഇത്രയും പറഞ്ഞത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ആ പ്ലേ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്ലേ ആണ്, അത് സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. ദ സൊസൈറ്റി ഇൻ വിച്ച് റെപ്യൂട്ടേഷൻ ഈസ് എവറിത്തിങ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് സോഷ്യൽ കണ്ടക്ട് ആർ ഹൈ. ഈ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെപ്യൂട്ടേഷൻ ആണ് എല്ലാം. അതായത് ആളുകൾ വലിയ എന്തോ ആണ് എന്നുള്ളത് അറിഞ്ഞാലാണ് വില കൊടുക്കുള്ളൂ. അതേപോലെ തന്നെ സോഷ്യൽ കണ്ടക്റ്റ് ആണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു കണ്ടക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അവർ വലിയ ആളുകൾ. സോ ഈ സമയത്ത് വുമൺ വെർ എക്സ്പെക്റ്റഡ് ടു കൺഫേം ടു റൂൾസ് ഓഫ് സൊസൈറ്റി ലെസ് ദേ ഷുഡ് ബി ബ്രാൻഡഡ് ആസ് ഇമ്മോറൽ ആൻഡ് ദർ ഫാമിലി ഡിസ്ക്രീസ്. അതുപോലെ തന്നെ ആ ടൈമിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ടും എന്താണ് ചൂഷണവും ഭയങ്കര പീഡനവും അനുഭവിച്ച സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് സ്ത്രീകൾ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് പാടില്ല, വിദ്യാഭ്യാസം പാടില്ല.
എല്ലാ ആണുങ്ങളും ചെയ്തോളും, കാശുണ്ട്. അപ്പോൾ പിന്നെ സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ ലോക്ക്ഡപ്പ് ആയിരിക്കും. സോ അവരെന്താണ്, ഇമ്മോറൽ, അത് അങ്ങനെ ഡിസ്ഗ്രേസ് ചെയ്യപ്പെടും അവർ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, സൊസൈറ്റിയുടെ കുറേ റൂളുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. സോ വിമൻ ഡിഡ് നോട്ട് വർക്ക് ഇൻ ജെയിൻ ഓസ്റ്റൻസ് ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് വാസ് ദെയർ ഡ്യൂട്ടി ടു മാരി. ജെയിൻ ഓസ്റ്റൻ ജീവിച്ച സമയത്ത് ഇംഗ്ലണ്ടിൽ വിമൺ ഒരിക്കലും പണിയെടുക്കാനായിട്ട് പോവാറില്ല. അവരുടെ പണി കല്യാണം കഴിക്കുക, വീട് നോക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, നെക്സ്റ്റ് ജനറേഷനെ വീണ്ടും വളർത്തുക. ആണുങ്ങൾ പണിയെടുത്തോളും. ഇൻ മാരേജ് ലവ് വാസ് സെക്കൻഡറി ആൻഡ് വെൽത്ത് വാസ് പ്രൈമറി. അതുപോലെ തന്നെ കല്യാണങ്ങളിൽ ലവ് എന്ന് പറഞ്ഞൊരു സാധനം രണ്ടാമതായിരുന്നു, വെൽത്ത് ആയിരുന്നു ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ പറയില്ലേ സ്ത്രീധനം, ഓക്കെ, സ്ത്രീധനം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിലുള്ളതൊന്നല്ല, അത് ഇംഗ്ലണ്ടിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ വെൽത്ത് ഉണ്ടോ കല്യാണം കഴിക്കാം. അതുപോലെ തന്നെ അവിടെ അവിടുത്തെ ഇംഗ്ലണ്ടിൽ അന്ന് കാലത്ത് ഒരു റൂളുണ്ട്, പെൺമക്കൾ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ ഈ പെൺമക്കൾക്ക് ഈ അച്ഛൻ്റെ സ്വത്ത് വിതരണം ചെയ്യാൻ പറ്റില്ല, പെൺമക്കൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന്. അവർ കല്യാണം കഴിച്ചിട്ട് ആരാണോ അവരുടെ പുരുഷൻ അവർക്കാണ് സ്വത്ത് കൊടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ നിർബന്ധം ഒരു കല്യാണം കഴിക്കണം, എന്നാലാണ് ഈ അച്ഛൻ്റെ സ്വത്ത് പോളൂ. ഇല്ലെങ്കിൽ ആ സ്വത്ത് സൊസൈറ്റി അവരുടെ ഇവരെന്നെ ഏറ്റെടുക്കും, ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കും, അങ്ങനെ എന്തിട്ടാണ്. സോ അങ്ങനത്തെ ഒരു സമയത്താണ് ഇത് എഴുതുന്നത്. വുമൻ ഡിഡ് നോട്ട് ഹാവ് ദ ലീഗൽ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ആൻഡ് ഡീലിംഗ് വിത്ത് മണി വാസ് എ മാനേജ് ജോബ്. അതേപോലെ തന്നെ അത് പ്രോപ്പർട്ടി ഓൺ ചെയ്യുക, ഒരു വീട് ഓൺ ചെയ്യുക എന്നുള്ളതൊന്നും ഒരു വുമണ് പറ്റിയ പണിയായിരുന്നില്ല. ഓക്കെ, അതൊക്കെ ഒരു മാൻ്റെ ജോബായിരുന്നു. എ വുമൺസ് ജോബ് വാസ് ഇനീഷ്യലി ടു സീക്ക് ഔട്ട് ഗുഡ് മാരേജ് ആൻഡ് ദെൻ ടു ടേക്ക് ഓൺ ഡൊമസ്റ്റിക് റോൾ. അപ്പോൾ വുമൻ്റെ റോള് അന്ന് കാലത്ത് എന്താണ്, ഒരു നല്ലൊരു മാരേജ് എടുക്കുക, അതുപോലെ തന്നെ നല്ലൊരു മാരേജ് ചെയ്യുക, അതിന് ശേഷം അവരെ എന്താണ് ഒരു മാൻ്റെ അണ്ടറിൽ ജീവിക്കുക. സോ ഇതാണ് ജെയിൻ ഓസ്റ്റൻ ഈ ഒരു വർക്കിൽ ബ്രേക്ക് ചെയ്യണത്. ഈ വർക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവരുടെ പാരൻസ് ഇങ്ങനെ, ഈ പാരൻസ് 3 പിള്ളേരാണ്, 3 പെൺമക്കളും കണ്ടാണ്. അപ്പോൾ 3 പെൺമക്കളെ എത്രയും വേഗം കല്യാണം കഴിച്ചു വിടണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു പാരൻറ്റിനെ, ഒരു ഫാദറിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരിങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള ആളെ തപ്പാണ്. തപ്പുമ്പോൾ ഇങ്ങനെ ലോ ക്ലാസ്സിലുള്ള ആളെ നല്ല തപ്പുക. അവർ തപ്പുന്ന സമയത്ത് ഏറ്റവും ഹൈ ആയിട്ടുള്ള നല്ല പദവിയിലിരിക്കുന്ന റിച്ച് ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെയാണ് തപ്പുക. അപ്പോൾ അങ്ങനെ തപ്പുമ്പോൾ ലവ് എന്ന് പറഞ്ഞൊരു സാധനം, സ്നേഹം പറഞ്ഞൊരു സാധനത്തിന് വാല്യൂ ഉണ്ടാകില്ല എന്നുള്ളൊരു തീമാണ് ഈ ഒരു എന്താണ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസിൽ കാണിക്കുന്നത്. അങ്ങനെ തപ്പിയിട്ട് സ്നേഹം ഉള്ള ആളെ പരിഗണിക്കുന്നതും അതിനകത്ത് കാണിക്കുന്നുണ്ട്. Okay, so in Jane Austen's world, men were expected to be gentlemen and women were expected to be ladies and adhere to all the social rules and standards of behavior that accompanied those expectations. ജെയിൻ ഓസ്റ്റൻ്റെ വേൾഡിൽ മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ജെന്റിൽമാൻസ് ആയിരിക്കും, ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലേഡി റോളാണ്. അതായത് അവർ സ്ത്രീയുടെ റോൾ എന്താണോ അപ്പോൾ അത് മാത്രം ചെയ്യാം, മെൻ എന്താണോ മെൻ്റെ റോൾ മാത്രം ചെയ്യാം. ഓക്കെ, much of Pride and Prejudice is concerned with what is and not is acceptable in terms of visits and introductions in conversation between different ranks in society and between men and women. Anyone who fails to follow these rules, Mrs. Bennet, for example, becomes embarrassment if things do go far the wrong way. സോ സൊസൈറ്റിയിൽ കുറച്ച് റൂളുകളുണ്ട്. ആ റൂളുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ തലയിൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് എംബാരസ്മെൻറ്റ്, നമ്മൾ പറയില്ല ജീവിതകാലം മൊത്തം ആലോചിച്ച് വിഷമിക്കാനുള്ള അല്ലെങ്കിൽ നാണക്കേട് പോലുള്ള അങ്ങനെയുള്ള സംഭവമായിട്ട് പിന്നെ മാറിപ്പോകും. സോ അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞതിനകത്തുള്ളത്. ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബാധ്യത ഈ പാരൻസ് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതാണ് ലിഡിയ എലോപ്പിംഗ് വിത്ത് വിക്ഹാം. നമുക്കത് പഠിക്കാനില്ല, ബട്ട് ആ പ്ലേയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒളിച്ചോട്ടലൊക്കെ ഭയങ്കര പെയിനാണ് വീട്ടുകാർക്ക്, പിന്നെ അത് ഭയങ്കര ഒഴിയാബാധയാണ്, അത് പിന്നെ പോവില്ല. ദ കോൺസിക്വൻസ് കുഡ് ബി ഡിവാസ്റ്റേറ്റിംഗ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ ഫാമിലി. അവരുടെ കോൺസിക്വൻസ് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. സോ ഡ്രാമറ്റൈസ്ഡ് സീൻ ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, സെമൻ ഡി റീഡ്സ്. In 2009, Jane, Elizabeth, Mary, Kitty and Lydia are 5 unmarried daughters of Mrs. and Mr. Bennet of Longbourn. ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഈ പാരഗ്രാഫിൽ കേട്ടോ. സോ ഈ ഇതിലുള്ള പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 5 പെൺമക്കളാണ്, 3 അല്ല കേട്ടോ, സോറി. ജെയിൻ, എലിസബത്ത്, മേരി, കിറ്റി, ലിഡിയ. ഓക്കെ, ഇവർ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബെന്നറ്റ് കുടുംബത്തിലെ 5 പെൺമക്കളാണ്. അവർ ലോങ്ബേൺ ഹീത്ത്ഫോർഡ്ഷയറിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർ ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്, ലോങ്ബേൺ ഹീത്ത്ഫോർഡ്ഷയർ.
സോ എന്നിട്ട് ഇവര് സംഭവം ഇവര് റിസീവ് ചെയ്യാണ്, ഒരു ന്യൂസ് റിസീവ് ചെയ്യാണ്. അതായത് ഒരു ചാൾസ് ബിങ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് നെതർഫീൽഡ് പാർക്കിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്നു. ഈ ചാൾസ് ബിങ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നപ്പോൾ ഇവരെ അച്ഛൻ അവരെ ഇതിലൊരാളെ കല്യാണം കഴിക്കാനായിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യണം. അതായത് അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കാം, എന്നാലാണ് ഇവർക്ക് ആ ഒരു വലിയ ആളുടെ സ്വത്തും ഇവരുടെ സ്വത്തും അങ്ങോട്ട് കിട്ടുള്ളൂ. So, as laws of inheritance do not allow daughters to inherit father's estate, Mrs. Bennet is determined to see her daughters well married and to safeguard their future, sees Mr. Bingley as a prime candidate for back home. അപ്പോൾ ഇവരുടെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും പെൺമക്കൾക്ക് അലൗഡ് അല്ല. അപ്പോൾ പെൺമക്കൾക്ക് അങ്ങനെ സ്വത്ത് എൻജോയ് ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ അത് ആരൊക്കെയെങ്കിലും കല്യാണം കഴിച്ചിട്ടുള്ള ആണുങ്ങൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവരുടെ അച്ഛൻ ഇവരെ പോയി തപ്പാണ്, ഈ ചാൾസ് ബിങ്ലീനെ പോയിട്ട് അന്വേഷിക്കുകയാണ്. അയാൾ അത്യാവശ്യം നല്ല റിച്ച് ആണ്, സെറ്റിൽഡ് ആണ്. സോ അവരുടെ ഫ്യൂച്ചർ നോക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണെന്ന് അവർ വിശ്വസിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോകുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബാക്ക് ഹോം, Jane and Elizabeth find Mr. Collins visiting. Collins is a prominent clergyman who is hired to Bennet estate and has every intention to marry one of the 5 Bennet girls. He proposed to Elizabeth but dents his pride by turning him down. അപ്പോൾ വേറൊരു ക്യാരക്ടറിനകത്ത് വരുന്നതാണ് മിസ്റ്റർ കോളിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റർ കോളിൻസ് ഒരു ക്ലർജിമാൻ ആണ്. ക്ലർജിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ജോലി ഉള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അവർ ബെന്നറ്റ് എസ്റ്റേറ്റ് ഇവരുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഇത് അയർ ചെയ്യാമെന്ന് വെച്ചിട്ട് അവരുടെ ഫാമിലീനെ രക്ഷിക്കാമെന്ന് വെച്ചിട്ട് വരുന്നതാണ്. പക്ഷെ അവൻ്റെ പ്രൈഡ്, അവൻ്റെ ഭയങ്കര അഭിമാനം അവൻ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇവരെ ടേൺ ഡൗൺ ചെയ്യാണ്. സോ അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഇവിടെ പറയുന്നുണ്ട്. മിസ്റ്റർ ബെന്നറ്റ്, മിസ്സസ് ബെന്നറ്റ്, ഓക്കെ, അതുപോലെ തന്നെ എലിസബത്ത്, പിന്നെ മിസ്റ്റർ കോളിൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എലിസബത്ത് ഈ കോളിൻസിനെ അവരുടെ കല്യാണത്തിന് ഡിലേ ചെയ്യുന്ന ഒരു സീനാണ്. അതാണ് അതിൻ്റെ സമ്മറി വരുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, മെയിൻലി സമ്മറി ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആരാണ് മിസ്റ്റർ ബെന്നറ്റ്, ആരാണ് മിസ്സസ് ബെന്നറ്റ്, ആരാണ് മിസ്റ്റർ കോളിൻസ്, എന്താണ് അവരുടെ ഈ ഒരു കണക്ഷൻസ്, ഇതൊക്കെ ഈ സമ്മറിയിൽ ഉള്ളത് തന്നെയാണ്. സോ ഈ എലിസബത്ത് ആരാണ് മിസ്റ്റർ ബെന്നറ്റിൻ്റെ ഒരു ഡോട്ടറാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ എന്തായിരുന്നു മിസ്റ്റർ ബെന്നറ്റിന് കോളിൻസിനെ റിജക്റ്റ് ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഹി വാസ് എക്സ്ട്രീംലി പ്രൈഡ്. അയാൾ ഭയങ്കര അഭിമാനം തുളുമ്പി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സോ അത് ഇവൾക്ക് പിടിച്ചില്ല. അവൾ സ്നേഹം കൊണ്ട് മാത്രമാണ് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവരെ റിജക്റ്റ് ചെയ്യാണ്. സോ കാശ് മാത്രമല്ല സ്നേഹവും ആവശ്യമാണെന്ന് പറയുന്ന രീതിയിലുള്ളൊരു പ്ലേ ആണ് ഇത്. ഓക്കെ.